ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് പോണ പോക്കാണ് ഈ കാണുന്നത്. ഈ ആദ്യ കുർബാന സ്വീകരണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ക്രിസ്തീയ വിശ്വാസപ്രകാരം ആദ്യമായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ദിവസം ഇതാണ് പരിപാടി. സോ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പരിപാടിക്കാണ് നമ്മളീ പോകുന്നത്. ഇതാണ് ചേട്ടൻ്റെ വീട്. ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. നമ്മുടെ മെയിൻ താരത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം റയാൻ. പുള്ളിക്കാരനാണ് ഇന്ന് ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ച വ്യക്തി. പിന്നെ ഈ ഫാമിലി ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കസിൻസ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാനും ഒന്ന് ഗ്യാദർ ചെയ്ത് ചില്ല് ചെയ്യാനൊക്കെ ഉള്ള ദിവസം കൂടിയാണ്. സോ നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ ഫംഗ്ഷൻ എല്ലാം അറേഞ്ച് ചെയ്തത് ഇവിടെയായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ. പക്ഷേ ഈ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ താരം കൂടി വരണം. ഇപ്പം ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി. പൊതുവേ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് ഉള്ള ദിവസം കേട്ടോ. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എല്ലാം രാവിലെ പള്ളി വെച്ചായിരുന്നു. ഇതിപ്പോൾ പാർട്ടി നൈറ്റിലേക്ക് മാറ്റിയെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കസിൻസും നെയ്ബേഴ്സും എല്ലാം എത്തി. നമ്മൾ ആദ്യം വന്നപ്പോൾ കസേരയെല്ലാം കാലിയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി. സോ നമുക്ക് ഇനി നമ്മുടെ മെയിൻ സെറമണിയിലേക്ക് കടക്കാം. കേക്ക് കട്ടിങ്. ഇവരാണ് റയാൻ്റെ ഗോഡ് പാരൻസ്. ഈ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മ എന്ന് പറയില്ലേ, ഈ ക്രിസ്ത്യാനികൾക്ക് ഈ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അത് അപ്പൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫാമിലി മെമ്പേഴ്സിനുള്ള കേക്ക് ഷെയറിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. ഫോട്ടോ സെഷൻ. ഞാനിരുന്ന ഭാഗത്ത് വല്ലാത്തൊരു വെട്ടവും ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസിനെല്ലാം നല്ല രസമായിരുന്നു. ഒരു ഹൊറർ മൂഡ്. അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ഞാൻ നമ്മുടെ മെയിൻ സെഗ്മെന്റിലേക്ക് കടന്നു. ഫുഡ് അടി. അല്ലെങ്കിലും പരിപാടി എന്തായാലും ഫുഡ് മുഖ്യം ബിഗിലേ. നല്ല ഉഷാറ് ചിക്കൻ ബിരിയാണി. സോ ഞാൻ എൻ്റെ ഫുഡ് അടി തുടങ്ങി. നമ്മുടെ ആഞ്ചലീന ഐസ്ക്രീം ആയിട്ട് പിടിയും വലിയായിരുന്നു. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരല്പം വിശ്രമം അത് നിർബന്ധം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുള്ള ഇടവേളകൾ ആനന്ദകരമാക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടക്കാണ് നമ്മൾ താഴ്ത്തു പോയിട്ട് നമ്മുടെ ചെറുക്കൻ്റെ ഗിഫ്റ്റ് എല്ലാം അൺറാപ്പ് ചെയ്തത്. അല്ലെങ്കിലും ഈ പരിപാടി കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയ കാര്യമാണ്. സോ ആ ഒരു കലാപരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ ഗിഫ്റ്റും തുറക്കുമ്പോഴും നമ്മുടെ ചെറുക്കൻ്റെ മുഖത്ത് ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഗിഫ്റ്റ് എല്ലാം അൺറാപ്പ് ചെയ്ത് കൂട്ടത്തിൽ ഗിഫ്റ്റ് കിട്ടിയ ഒരു ഫെറാറോ റോഷറും കഴിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മളോടൊന്ന് എല്ലാവരോടും ബായും പറഞ്ഞ് തിരിച്ചു. അങ്ങനെ വളരെ ഹാപ്പിയായി ഒരു ഫാമിലി ഫംഗ്ഷനും അറ്റൻഡ് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക്. സമയം രാത്രി 12 മണി കഴിഞ്ഞു. അപ്പോൾ ബൈ.